ഹായ് ഫ്രണ്ട്സ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഇത് 4 മണി പലഹാരമായി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2 മണിക്കൂർ മുൻപേ കുതിർത്ത് വെച്ചതാണ്. ഈ പച്ചരി മിക്സിയിലിട്ടിട്ട് നന്നായി നൈസായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുതിർത്ത പച്ചരിയെല്ലാം ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിരുന്നു. ഇത് ഈ തിക്നെസ്സിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലോണം വെള്ളം ആവാൻ പാടില്ല. ഇതുപോലെ അരച്ചെടുക്കുക. ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വലിയൊരു തേങ്ങയാണ് എടുത്തത്. ചെറിയ തേങ്ങയാണെങ്കിൽ 2 തേങ്ങ എടുക്കാം. ചിരകി വെച്ച തേങ്ങയിലേക്ക് ഇനി നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും. ഞാനിവിടെ ഇതുപോലെ വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം വാഴയില നന്നായി ഒന്ന് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ തുടച്ചെടുക്കുക. ഞാനിവിടെ ഇല നന്നായി തുടച്ചെടുത്തതാണ്. ഞാൻ അപ്പച്ചെമ്പിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എണ്ണ ആയാലും മതി. ഇത് ഇഷ്ടമുള്ളവർ തടവി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ഞാനിപ്പോൾ എല്ലാത്തിനൊന്നും തടവി കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അപ്പച്ചമ്പിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു മെത്തഡും കൂടി കാണിച്ചു തരാം. ഇതേപോലെ ആദ്യം മാവ് ഒഴിക്കുക. അതിനുശേഷം ഇതേപോലെ കൈകൊണ്ട് ചുറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണ് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 രീതിയും കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെ ഇതും മടക്കി വെക്കാം. ബാക്കിയുള്ളത് മുഴുവനും ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്ന ഇലയ്ക്ക് ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും തടവി കൊടുത്തിട്ടില്ല. ഇതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇലയട നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ നെയ്യ് തടവി വെച്ചാണ്. ഇത് ഇലയിൽ നിന്ന് നന്നായി വിട്ട് വരുന്നുണ്ട്. നെയ്യ് തടവാത്തതാവുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇലയിൽ നിന്ന് വിട്ട് വരില്ല. ഇതപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.